MBA അല്ലെങ്കിൽ MSc മാനേജ്മെന്റ് റിലേറ്റഡ് കോഴ്സുകളിൽ ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനും കരിയർ ഗോൾസിനും അനുസരിച്ചാണ്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങി ഒരു സംരംഭകനാവാനാണോ, ഫാമിലി ബിസിനസിന്റെ പാർട്ടാവാനാണോ, അതല്ലെങ്കിൽ ഒരു മികച്ച കമ്പനിയിൽ ജോയിൻ ചെയ്ത് കരിയർ ഡെവലപ്പ് ചെയ്യാനാണോ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളതനുസരിച്ച് വേണം നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുക. ഒരു ബ്രോഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ, അതായത് MBA അല്ലെങ്കിൽ MSc മാനേജ്മെന്റ് ഇൻ HR അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജർ എന്ത് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങൾക്ക് ഒരു പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിലോ ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതേസമയം നിങ്ങൾ ആ ഫീൽഡിൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റോളിലേക്ക് സ്റ്റാർട്ട് കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കാം. ഒരു നിഷ് ആയിട്ടുള്ള ഡീപ്പ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ, അതായത് ലക്ഷറി ബ്രാൻഡ് മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ബിസിനസ് അനലിറ്റിക്സ് പോലെയുള്ളത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീൽഡിൽ വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാവുകയാണ്. ആ ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിന് നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡും ഉണ്ടാവും. അതേസമയം നല്ലൊരു റോളിലേക്ക് ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എക്സ്പീരിയൻസിനും പ്രൊഫൈലിനും കരിയർ ഗോൾസിനും അനുസരിച്ചുള്ള റൈറ്റ് കോഴ്സും റൈറ്റ് സ്പെഷ്യലൈസേഷനും ചൂസ് ചെയ്യാൻ അവർ അക്കാഡമിക് എക്സ്പേർട്സ് വിൽ ഹെൽപ്പ് യു.